ഹായ് ഫാമിലി. അപ്പോൾ ഇന്നൊരു കുട്ടി ക്രിസ്മസ് ഷോപ്പിംഗ് കണ്ടാലോ? അതിനായി നമ്മൾ വന്നിട്ടുള്ള നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള എസ്ദാൻ മോളിക്കാണ്. ഞങ്ങൾ അൾട്ടിമേറ്റ് ഷോപ്പിംഗ് സെൻറ്റർ കേട്ടോ ഇത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും. യുവിക്ക് ഇഷ്ടപ്പെട്ട ഫൺവില്ലുണ്ട് ഇവിടെ, വേറെ ഒരുപാട് ബോൾ പിറ്റിൻ്റെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അങ്ങനെ ഇതൊരു അടിപൊളി മോളാണ് കേട്ടോ. അങ്ങനെ യുവി അച്ഛനും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളെ എസ്ദാൻ മോളിൻ്റെ സെക്കൻഡ് ഫ്ലോർ എന്നുള്ളൊരു വ്യൂ. അടിപൊളിയല്ലേ? ഇനി ഇങ്ങനെ നോക്കി വരൂ. എന്നിട്ട് നമുക്ക് നമ്മളെ ഇന്നത്തെ ഷോപ്പ് ചെയ്യുന്ന സ്റ്റോറിലേക്ക് പോവാം. സ്റ്റോറിൻ്റെ പേര് $+. ഞങ്ങളെ ഏറ്റവും ഫേവറേറ്റ് ഷോപ്പാട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി ഇവിടെ ടോയ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് എടുക്കുക. അപ്പോൾ അതാ കയറി വരുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രിസ്മസ് വൈബ്, ഒരു തീം സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചിലപ്പോൾ എൻ്റെ ഉള്ളിൽ നാഗവല്ലിയെ നിങ്ങൾ കാണും. കാരണം അതുകൊണ്ട് ഞാൻ മ്യൂട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഡയലോഗ്സ് കേൾക്കേണ്ട ആവശ്യമില്ല, എൻ്റെ വോയിസ് ഓവർ മാത്രം കേട്ടാൽ മതി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ക്യൂട്ട് ഐറ്റംസാണ്. ഇതിൽ ചിലതിൻ്റെയൊക്കെ പേര് എനിക്കറിയാം, പക്ഷേ ചിലതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം അല്ലേ? നല്ല ഭംഗിയുള്ള ഇതാ കുറച്ചൊരു ക്രിസ്മസ് ഒരു സ്നോ തീമിലുള്ള കുറച്ച് വീടുകളിലെ കുറേ സംഭവങ്ങൾ. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഫ്ലവർ വേസിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ്. പിന്നെ കുഞ്ഞു ബെൽസ്, നല്ല ഭംഗിയുണ്ട് അല്ലേ? ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഐഡിയ ആയിട്ട് വേണം പോകാൻ, എങ്ങനെ സെറ്റ് ചെയ്യണം, എന്താക്കണം. ഇത് കണ്ടോ, ഇതൊരു കുഞ്ഞു എൽഫല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ. അപ്പോൾ എന്തായാലും അങ്ങനെ കുറേ ക്യൂട്ട് സാധനങ്ങൾ. ഇത് കണ്ടോ, റീത്തുകൾ നോക്കൂ, പല ഡിഫറെൻറ്റ് ക്രിസ്മസ് റീത്തുകൾ. അല്ല, നമ്മളെടുത്ത ക്രിസ്മസ് റീത്ത് ഇതൊന്നും അല്ല, പക്ഷേ ഇതൊക്കെ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇതൊക്കെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര പൈസയാണ്. അതുകൊണ്ട് നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള കുഞ്ഞു സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് എന്ന് പറഞ്ഞാലേ എനിക്കൊരു വല്ലാത്തൊരു ഹരമാണ്. അതെങ്ങനെ വന്നു പെട്ടുമോ ചോദിച്ചാൽ, ഈ ചെറുപ്പത്തിൽ TV ഒന്നുമില്ലല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെ അധികവും ഈ ലേബർ ഇന്ത്യ, കളിക്കുടുക്ക, ബാലരമ, അതിലൊക്കെ ഈ ഒരു ഡിസംബർ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഒരു ക്രിസ്മസ് തീമിലുള്ള സംഭവങ്ങളാണല്ലോ കാണിക്കുക. നമുക്ക് ഈ സ്നോമാൻ എങ്ങനെയുണ്ട്, സ്റ്റോറീസ് നമ്മൾ വായിച്ചിട്ട് ആ ഒരു എന്താ പറയുക, നമ്മളവിടെ ഇല്ലെങ്കിൽ പോലും നമ്മളെ ഈ സ്റ്റോറീസിനൊക്കെ പ്രത്യേകത എന്താ, നമ്മളത് അത്രയും ഡീപ്പായി വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഇല്ലെങ്കിൽ പോലും നമ്മളവിടെ ഉണ്ടായി നമ്മളെ ചുറ്റോറും ആ സംഗതികൾ നടക്കുന്ന ആ ഒരു പ്രതീതിയല്ലേ നമുക്ക് വരിക. അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനത്തെ സ്റ്റോറീസും കാര്യങ്ങളും ഒക്കെ വായിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ക്രിസ്മസ്. അപ്പോൾ ഇതാ കുറേ ഇങ്ങനെ ബോസ് കാര്യങ്ങൾ. ഇപ്പം കുറേ നിങ്ങൾ ലാൻറ്റേൺസിൻ്റെ വീഡിയോസ് കണ്ടില്ലേ? അങ്ങനത്തെ ഒരുപാട് സ്റ്റോം ലാൻറ്റേൺസ് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. കൈ നിറയെ പൈസയായിട്ട് വരും. ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകും എന്നുള്ള അവസ്ഥയാണ്. പക്ഷേ കൈ നിറയെ പൈസ ഇല്ല. അതുകൊണ്ട് നമ്മൾ നോക്കി നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ കൺട്രോൾ ചെയ്യും. അല്ലെങ്കിൽ എന്നെ ഒന്ന് നോക്കും. ആ നോട്ടത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവും, ഓക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം. പക്ഷെ ഞാൻ കുറച്ച് പിശുക്കി കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ പറയിച്ചാലും എന്നേക്കാൾ ഷോപ്പ് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അതുകൊണ്ട് ഞങ്ങൾ പരസ്പരം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കുറേ ടൈപ്പ് ക്രിസ്മസ് ട്രീകൾ പല കളറിൽ. നമ്മൾ ഗ്രീന് അല്ലെങ്കിൽ വൈറ്റ് ഇല്ല, ഗ്രീനാണ് നമ്മൾ മെയിനായിട്ട് ക്രിസ്മസ് ട്രീ. ഇവിടെ അതിൻ്റെ ചെറിയ മോഡൽസിൽ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ്. പിന്നെ നമ്മൾ ഒരു ബൊക്കെ, ഒരു ഹാമ്പറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ. പിന്നെ ചെറിയ പ്ലാന്റ് മോഡൽസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നമ്മൾ ഫ്ലവർ വൈസിൽ അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന. പിന്നെ ഇനി കാണാൻ പോകുന്ന ഇതൊക്കെ ഒരു ക്രിസ്മസ് ഒരു ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു ഹാമ്പർ പോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സസാണ്. പിന്നെ അവിടെ ഒരാൾ വീണ് നടക്കുന്നുണ്ട്. ആരത്? നട്ട് ക്രാക്കർ അല്ലേ? നമ്മളെ നട്ട് ക്രാക്കർ ഗാർഡിയൻസ്. ഇവരുടെ സ്റ്റോറീസൊക്കെ ഭയങ്കര രസമാണ്. അതൊക്കെ ഞാൻ വായിച്ച ആ ഒരു ഇതിലിങ്ങനെ നടക്കുക. പിന്നെ ഒരു എൽഫിനായിട്ട് വരുന്നുണ്ട് എന്നെ പേടിപ്പിക്കാൻ. പക്ഷേ ഇതിലൊന്നും ഞാൻ പേടിക്കില്ല കേട്ടോ. ഇതിനേക്കാൾ വലിയ എൽഫുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത് കുറേ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ. പിന്നെ കുറേ ക്യാപ്സ്, ഇതൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് കേട്ടോ. ഇതൊന്നും നമ്മൾ ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് മാതിരി ഏതെങ്കിലും ഒരു വർഷം വാങ്ങിച്ചു വെച്ചാൽ പിന്നെ ആ ആവശ്യം കഴിഞ്ഞാൽ അതേപോലെ മടക്കി വയ്ക്കും. പിന്നെ അടുത്ത വർഷം വീണ്ടും എടുക്കും. ഇനി നമ്മൾ കുറച്ച്, അതായത് ഈ $+ൻ്റെ ഉള്ളിൽ തന്നെ വേറെ സെപ്പറേറ്റ് ഒരു റൂമുണ്ട്. അവിടെയാണ് ഈ ഫ്രജൈൽ ഐറ്റംസൊക്കെ, ഈ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസിൽ പൊട്ടുന്ന സാധനങ്ങൾ, കുറച്ച് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ, കുറച്ച് ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് ഇങ്ങനെ ലൈറ്റ്സൊക്കെ കത്തുന്ന മൂവ് ചെയ്യുന്ന സാധനങ്ങൾ, അങ്ങനത്തെ കുറേ തീംസിലുള്ള സംഭവങ്ങളൊക്കെ ഉള്ളിലാണ്, വേറൊരു റൂമിലാണ്.
ആ ഒരു വ്യൂ ആട്ടോ കാണാൻ പോകുന്നത്. ഇതാ വീണ്ടും കുറേ നട്ട് ക്രാക്കേഴ്സ് പല ഷേപ്പല്ല പല കളറിൽ പല വലുപ്പത്തിൽ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ, പിന്നെ കുറേ ഡോൾസ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ ആണ് കേട്ടോ. എനിക്ക് പിന്നെ അത്രയും ഡീറ്റെയിൽ ആയി അറിയാത്തതുകൊണ്ട് എന്താണെന്നുള്ള ഞാൻ പറയുന്നില്ല. പിന്നെ എന്താ ഒരു ക്രിസ്മസ് പപ്പി, പിന്നെന്താ കുറേ ഇതേപോലത്തെ ഇലക്ട്രോണിക് സാധനങ്ങൾ, റെയിൻഡിയറിൻ്റെ ഒക്കെ കുറേ സാധനങ്ങളുടെ ഒരു ഇലക്ട്രോണിക് സംഭവങ്ങൾ. പിന്നെ ഇത് ഒരു വുഡിൻ്റെ സംഭവം കേട്ടോ. ഇത് നമ്മൾ 1-2 വാങ്ങിച്ചിട്ടുണ്ട്. നല്ല അത്യാവശ്യം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഇത് വേറൊരു ലാൻറ്റേൺസ്, ഒരു ക്രിസ്മസ് പാപ്പയുടെ ലാൻറ്റേൺസ്, നല്ല ഭംഗിയുണ്ട് അല്ലേ. പിന്നെ ഇതേമാതിരത്തെ കുറേ സാധനങ്ങൾ. പിന്നെ എന്താ അതേമാതിരത്തെ കുറേ കുഞ്ഞു ഒരു ക്രിസ്മസ് വാട്ടർ ബോൾസാണത്. ഞാനിപ്പോൾ പേര് വായിച്ചതാട്ടോ. സംഭവം എന്താണെന്ന് എനിക്കറിയില്ല. എന്തോ ഒരു ക്രിസ്റ്റൽ സംഭവമാണെന്ന് മാത്രമേ എനിക്കറിയാം. പക്ഷെ നല്ല ഭംഗിയത്. ചിലത് ഉള്ളിൽ ഇങ്ങനെ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് കത്തുന്ന മോഡലും ഉണ്ട് കേട്ടോ. അതൊക്കെ അടിപൊളിയാണ്. പിന്നെ എന്താ വീണ്ടും ഒരു ക്രിസ്മസ് പാപ്പ, ഒരു ട്രീ കാര്യങ്ങൾ, അങ്ങനത്തെ എന്താണ് ഓരോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നും എടുത്ത് പറയാൻ പറ്റില്ല. പക്ഷേ നല്ല ഭംഗിയുള്ള കുറച്ച് ക്യൂട്ട് സാധനങ്ങൾ. നമ്മളിങ്ങനെ ക്യൂട്ട് സാധനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ എന്തായാലും ഇഷ്ടമാവും. എൻ്റെ പിന്നെയും കുറേ വാട്ടർ ബോൾസ്, നല്ല പല ഷേപ്പിലുള്ള, പല വലുപ്പത്തിലുള്ള കുറേ വാട്ടർ ബോൾസ്. പിന്നെ വീണ്ടും കുറേ ഒരു നോർത്തേൺ സ്റ്റൈലിലുള്ള കുറേ വീടുകൾ കാര്യങ്ങൾ അല്ലേ, നമ്മളെ ഫോറിൻ കൺട്രീസിലുള്ള ഒരുപാട് സംഭവങ്ങൾ. പിന്നെ വീണ്ടും കുറേ നട്ട് ക്രാക്കേഴ്സ്. ഇവർ ശരിക്കും ഗാർഡിയൻസാണ്, നട്ട് ക്രാക്കർ ഗാർഡിയൻസാണ്. അത് ഇതേമാതിരി ഫോക്ടെയിൽ സ്റ്റോറീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ സംഭവങ്ങളാണ്. പിന്നെ ഇതാ ഒരു ക്രിസ്മസ് പാപ്പയുടെ നോസ് ബോൾ പിടിച്ച് തിരിക്കുന്നു യുവി. പിന്നെ വീണ്ടും കുറേ സംഭവങ്ങൾ. ഇതൊക്കെ കുട്ടികൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന കുറേ, ക്രിസ്മസ് എന്ന് പറഞ്ഞാലേ നമ്മൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സംഭവമുള്ളൂ അല്ലേ. ഇപ്പോൾ കണ്ട ചേട്ടല്ലേ, അതാണ് ഈ കടയുടെ ഇവിടുത്തെ ഈ സ്റ്റോറിൻ്റെ ഒരു നടത്തിപ്പുകാരൻ. ആ ഏട്ടൻ ഞങ്ങളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. യുവിക്ക് ചോക്ലേറ്റ് കൊടുത്തു. യുവിനെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവൻ ആൾക്കാരെ കയ്യിലെടുക്കാൻ ഭയങ്കര മിടുക്കനാണ്. ഞങ്ങളല്ലേ പുത്രൻ, അപ്പം അങ്ങനെയല്ലേ വരൂ. അപ്പോൾ ഈ കണ്ടത് കണ്ടില്ലേ, കുഞ്ഞു ഗ്രീറ്റിംഗ് കാർഡ് ഇടൂ. ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും നമ്മളെ കുട്ടിക്കാലം ഓർമ്മ വന്നു. നമ്മൾ ഈ 5-10 രൂപ കൊടുത്ത് ഇതേപോലെ ഗ്രീറ്റിംഗ് കാർഡ് തുറക്കുമ്പോൾ വേറെ കുറേ സംഭവങ്ങൾ വരുന്നു, നമ്മൾ ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കണു. എന്തൊരു കാലമായിരുന്നു അല്ലേ അത്. അങ്ങനെ വീണ്ടും കുറേ ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ. അപ്പോൾ നമ്മളെ പർച്ചേസ് ഏകദേശം ഫിനിഷായി കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ഒക്കെ കിട്ടി. അപ്പോൾ ഇനി പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബും ചെയ്യുന്നില്ല, ലൈക്കും ചെയ്യുന്നില്ല. രണ്ടും ഫ്രീ ഓഫ് കോസ്റ്റ് അല്ലേ. നിങ്ങൾക്കൊന്ന് ഹെൽപ്പ് ചെയ്തോടെ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യടോ. എന്നാലേ ഇനി ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ നമുക്കൊരു ഇൻസ്പിറേഷൻ ആവുള്ളൂ. അപ്പോൾ ഇതാ ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ ഈ എൽഫിനെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഇഷ്ടമായി, യുവിക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ ഇനി നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ, നമ്മൾ ഡെക്കറേറ്റീവ് സാധനങ്ങളൊക്കെ കാണാം. ഫസ്റ്റ് തന്നെ നമ്മൾ വുഡിലുള്ള സംഭവം കേട്ടോ, നമ്മുടെ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉള്ള ഒരു വുഡിൻ്റെ സംഭവം. പിന്നെ നമ്മുടെ എൽഫ് കുട്ടൻ, ഓർമ്മയില്ലേ എൽഫ് കുട്ടനെ. പിന്നെ അടുത്തത് നമ്മുടെ കീ ചെയിനിലൊക്കെ ഹോൾഡറിലൊക്കെ തൂക്കാൻ പറ്റുന്ന ഒരു മെറി ക്രിസ്മസിൻ്റെ ഒരു വുഡിൻ്റെ സംഭവം. പിന്നെ ഒരു ചെറിയ ക്രിസ്മസ് റീത്ത്. പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ. ഇതിങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. ട്രീ വേറെ, ഈ ബൗൾസ് വേറെ, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷമുള്ളതാണ്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മളൊരു ക്യാപ്പൊക്കെ വെച്ചു. പിന്നെ ഇത് ഒരു ലൈറ്റ് കത്തണ ഒരു ക്രിസ്മസ് പാപ്പ. പിന്നെ ഇത് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത വീഡിയോ കേട്ടോ. ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനൊന്നുമില്ല, കുറച്ച് സാധനങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്തു ആ ഒരു വൈബ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാണ് ഞങ്ങളൊരു ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുള്ള ഒരു ലുക്ക്. ഇഷ്ടമായി എല്ലാവർക്കും. നമ്മൾ ഒരുപാട് പൈസ ഇതിനു വേണ്ടി കളഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഞങ്ങളൊരു സമാധാനത്തിന് വേണ്ടി, ഞങ്ങളൊരു ഇഷ്ടത്തിന് നമ്മൾ നന്നായി ഡെക്കറേറ്റ് ചെയ്തു. അത്രയൊക്കെ ഉള്ളൂ. ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദയാസ് ഫാമിലി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് വരാം. അതുവരെ ബൈ.